ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് പകലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന് ബലവും ധൈര്യം ഉറപ്പും നൽകത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. 63 സങ്കീർത്തനം 1 വാക്യം: ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. വളരെ കഷ്ടത നിറഞ്ഞ താൻ മരുഭൂമിയിലായിരിക്കുമ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന, തൻ്റെ നിലപാടുകളെ ദൈവത്തോട് അറിയിക്കുന്ന ഒരനുഭവമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തൊടുന്ന ഒരു ദൂത് ഇന്ന് പകൽ വ്യക്തമാക്കുന്നു. ദാവീദായിരിക്കുന്ന കഷ്ടതയുടെ നടുവിൽ തനിക്ക് പുറകോട്ട് മാറാം, ദൈവാശ്രയത്തിന് ദൈവകൃപയിൽ നിന്ന് അകന്നു മാറുക, സാഹചര്യങ്ങളും അവസ്ഥകളും വെളിപ്പെട്ടു വന്ന് നിൽക്കുകയാണ്. താൻ മരുഭൂമി ജീവിതത്തിൽ ദൈവത്തെ ആശ്രയിച്ചിട്ട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് കൂടുതൽ അടുക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്തിട്ട് താൻ നിൽക്കുന്നത് മരുഭൂമിയാണ്, ചുട്ടുപഴുക്കുന്ന മരുഭൂമി. ജീവിതത്തിൽ ഏറ്റവും കഷ്ടത നിറഞ്ഞ ഒരിടം, താൻ മരുഭൂമിയിലായിരിക്കുന്നു. എന്നാൽ ദാവീദിൻ്റെ നിലപാട്, ദാവീദിൻ്റെ ഹൃദയം പറയുന്നു, ദാവീദിൻ്റെ അതിരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നു: ദൈവമേ, നീ എൻ്റെ ദൈവമാ. ഞാൻ നിൽക്കുന്ന അവസ്ഥയാ, ഞാൻ നിൽക്കുന്ന സാഹചര്യ, ഏത് മേഖലയാണെങ്കിലും നീ എൻ്റെ ദൈവം. ഉറച്ച തീരുമാനം, അതിനകത്ത് ഒരു മാറ്റവും ദാവീദിനില്ല. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന ദൂത് നമ്മുടെ ജീവിത കഷ്ടതയുടെ നടുവിൽ, പ്രതിബന്ധങ്ങളുടെയൊക്കെ നടുവിൽ ഇപ്രകാരം ദാവീദിൻ്റെ ഒരു നിലപാട് നമ്മുടെ ഹൃദയത്തിലും ഇന്ന് പകലും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ദാവീദ് ഇവിടുത്തെ പ്രശ്നത്തിൽ കുലുങ്ങിപ്പോകുകയല്ല, ഇടറിപ്പോകുകയൊന്നുമല്ല. താൻ ദൈവത്തെ ആശ്രയിക്കുക. ആ തലത്തിൽ നിന്നും നീ എൻ്റെ ദൈവമാണ്. അപ്പോൾ ദൈവത്തിന് എന്താ പറയാനുള്ളത്? അവിടെ ശ്രദ്ധേയമായ ദൂത്, ദൈവത്തെ നീ എൻ്റെ ദൈവമാണെന്ന് ദാവീദ് പറയുമ്പോൾ ദൈവം ദാവീദിനെക്കുറിച്ച് എന്തു വ്യക്തമാക്കണം? ആ ബന്ധം തിരിച്ചുകൊണ്ട്, ആ സ്നേഹം തിരിച്ചുകൊണ്ട്, ആ കരുതൽ തിരിച്ചും ദൈവം ചെയ്യും. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പകൽ ഹൃദയം ക്ഷീണിക്കേണ്ട, ഹൃദയം മടുത്തു പോകണ്ട. നിൽക്കുന്ന ഇടം, നിൽക്കുന്ന സാഹചര്യം പതറിപ്പോകുന്ന, ഇടറിപ്പോകുന്ന ഒരവസ്ഥയാണെങ്കിലും, ചഞ്ചലിക്കുന്നൊരനുഭവമാണെങ്കിലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആഴമായി തൊടുന്നു. ഇതുപോലെ ദാവീദ് വെളിപ്പെടുത്തിയതുപോലെ, ദൈവമേ, നീ എൻ്റെ ദൈവമാ. ഞാൻ നിൽക്കുന്ന അവസ്ഥയിലും നീ എനിക്ക് ദൈവ, നീ തന്നെയാ എൻ്റെ ദൈവം, അതിനൊരു മാറ്റമില്ല. ആ സ്ഥിതിയിൽ ദാവീദ് ആശ്രയിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധി, ഉണങ്ങി വരണ്ട നിലത്ത് ആ മരുഭൂമിയിലാണ് ദാവീദ് ആയിരിക്കുന്നത്. എന്നാൽ അധികാലത്തെ ആ ഭക്തൻ ദൈവത്തെ അന്വേഷിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, ഈ ദിവസങ്ങളിൽ കർത്താവിനെ അന്വേഷിക്കുകയല്ലേ? എൻ്റെ വിഷയത്തിലേക്ക്, ഞാനായിരിക്കുന്ന ഈ മരുഭൂമി, ഞാനായിരിക്കുന്ന ഈ ഏകാന്തത, ഞാനായിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ കർത്താവിനെ അന്വേഷിക്കുകയല്ലേ? വന്നില്ല എന്ന ഒരു ബുദ്ധിമുട്ട്, വന്നില്ല എന്നൊരു പ്രയാസം മനസ്സിൽ ചോദിച്ചിട്ടും അന്വേഷിച്ചിട്ടും കാണാത്തൊരു നിലവാരത്തിലാണോ ഇന്ന് പകലുമായിരിക്കുന്നത്? ദൈവത്തിൻ്റെ പൈതലേ, പ്രത്യാശ കൈവിടരുത്. പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുന്നു. പരിശുദ്ധാത്മാവ് അതിശക്തമായി ഹൃദയത്തെ തൊടുക. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകാതെ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ആ മഹത്വം കാണാതിരിക്കത്തില്ല. സ്ഥിതിയിൽ ദൈവം വരുത്താൻ പോകുന്ന അവസ്ഥയ്ക്ക്, സാഹചര്യത്തിൽ ദൈവം വെളിപ്പെടുത്താൻ പോകുന്ന നിലപാടുകൾ ദൈവവും അതറിയിക്കുന്ന കർത്താവാണ്. ഇവിടെ ദാവീദ് വെള്ളമില്ലാതെ ഉണങ്ങിയ വരണ്ട ദേശത്താ എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുക. ഉള്ളത്തിൽ ദൈവത്തോടുള്ള ദാഹം. ദൈവം വരും, ദൈവം പ്രവർത്തിക്കും, ദൈവം എനിക്ക് വേണ്ടി കരുതും. ഇതല്ലേ ദാവീദ്
ദാവീദിൻ്റെ പ്രത്യാശ, എൻ്റെ ഉള്ളം ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുകയല്ല, എൻ്റെ ഉള്ളം നിരാശ കൊണ്ട് നിറഞ്ഞിരിക്കുകയല്ല, എൻ്റെ ഉള്ളം ഭാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയല്ല, എൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള ദാഹവാ, കർത്താവിനോടുള്ള ദാഹവാ. ദൈവത്തിൻ്റെ പൈതലേ, വേഗത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് പകൽ ദൂത് വിശ്വസിച്ചോ. ഉള്ളത്തിൽ ദാഹം, ദൈവത്തെക്കുറിച്ച് ഉള്ളിൽ നിരാശയുടെ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഈ സമയം, ഭാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ സമയം, പരിശുദ്ധാത്മ പറയുന്നു, അമ്മേ, ദൈവത്തിനായി എൻ്റെ ഉള്ളമൊന്ന് ദാഹിക്കട്ടെ. ഞാൻ അന്വേഷിക്കുന്നുണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പക്ഷെ എൻ്റെ ഉള്ളം മാത്രം ഈ അവസ്ഥയിലാണ്, ഭാരവും നിരാശയാ. പരിശുദ്ധാത്മ പറയുന്നു, അത് നീക്കുവാൻ, അത് തുടച്ചു മാറ്റി ദൈവത്തിനായി ദാഹിക്കട്ടെ, കർത്താവിനായി ദാഹിക്കട്ടെ. ദൈവത്തിൻ്റെ പൈതലേ, കർത്താവിൻ്റെ കരുതൽ കാണാതിരിക്കത്തില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാതിരിക്കത്തില്ല. സങ്കീർത്തനക്കാരൻ ദാവീദ് മരുഭൂമിയിലാണെങ്കിലും അതിന് 2-ാം വാക്യം പറയുന്നുണ്ട്, അങ്ങനെ നിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ ദൂത് ദാവീദ് കാത്തിരിക്കുക. എന്താ? ദൈവത്തിൻ്റെ ബലവും കർത്താവിൻ്റെ മഹത്വവും കാണേണ്ടതിന്. കർത്താവിൻ്റെ ബലവും മഹത്വവും ദാവീദിനെ കാണണം. അതിന് ദൈവം ആമേ പ്രവർത്തിക്കുമെന്നുള്ള ആ അനുഭവം ദാവീദ് നോക്കിയിരിക്കുക. ഇന്ന് പകൽ ദൂത് വിശ്വസിച്ചോ. നോക്കിയിരിക്കുന്ന വിഷയത്തിന്മേൽ കർത്താവിൻ്റെ ബലം വെളിപ്പെടും. നോക്കിയിരിക്കുന്ന അനുഭവമാണോ ജീവിതത്തിൽ? ദൈവത്തിൻ്റെ പൈതലേ, നോക്കിയിരിക്കുകയല്ലേ? ആ വിഷയത്തിൽ നോക്കിയിരിക്കുകയല്ലേ? ആ വാതിൽ തുറക്കാൻ നോക്കിയിരിക്കുവല്ലേ? ആ വഴി തുറക്കപ്പെടുവാൻ നോക്കിയിരിക്കുവല്ലേ? ആ കരുതൽ വെളിപ്പെട്ടു വരുവാൻ നോക്കിയിരിക്കുവല്ലേ? സംഭവിക്കും. ദൈവത്തിൻ്റെ ബലവും മഹത്വവും കാണും ജീവിതത്തിൽ. ദൂതേറ്റെടുക്കട്ടെ. അത്ഭുതം കർത്താവ് ചെയ്യും. ദൈവം സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം കർത്താവിന്ന് കേൾപ്പിച്ച ദൂത് പോലെ. കർത്താവേ, അങ്ങയുടെ ശക്തിയുടെ കരം, നീ ദൈവമായ ദൈവം, വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം, ദാവീദ് ആശ്രയിക്കുന്ന പോലെ ദൈവമക്കൾ ആശ്രയിക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവെ, ഉണങ്ങിയ നിലം, ആ നിലപാടുകൾക്ക് വ്യത്യാസം, ദൈവത്തിൻ്റെ വൻ കരുതലുകൾ, ദൈവത്തിൻ്റെ വൻ പ്രവർത്തികൾ ജീവിതത്തിൽ വെളിപ്പെട്ടു വരിക. ഇവർ നോക്കിയിരിക്കുന്ന വിഷയത്തിന്മേൽ, ദൈവമക്കൾ നോക്കിയിരിക്കുന്ന വിഷയത്തിന്മേൽ അത്ഭുതം നടക്കുക. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.